അപ്പോൾ എല്ലാവർക്കും ഹായ്. എല്ലാവരും മാങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ട് കപ്പളങ്ങ കൂടി ചേർത്ത് അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ പാലക്കാട് കപ്പളങ്ങനെ ഓമക്കായി എന്ന് പറയുന്നത്. നമ്മൾ തൊടുപുഴയിൽ വന്നതിന് ശേഷമാണ് കപ്പളങ്ങ എന്ന് പറഞ്ഞ് ശീലിച്ചത്. നമുക്കിനി കപ്പളങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ പാല് കളയാനായിട്ട് വയ്ക്കാം. അതിൻ്റെ പാല് പോകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമ്മൾ തൊലിയൊന്നും കളയാതെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെയല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കാം അതെങ്ങനെയാണ്. ഇതുപോലൊരു ഷേപ്പിലാണ് നമ്മൾ ഇതേ കനത്തിലും കട്ട് ചെയ്തെടുക്കണം. ബാക്കി ഷേപ്പില്ലാതെ വന്നതൊക്കെ നമ്മളതിൻ്റെ ഇടയിൽ കഴിച്ചു. ഈ മാങ്ങ നല്ല പുളിയുള്ളതാണ്. മാങ്ങയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ കപ്പളങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഓമക്കായുടെ അകത്ത് ഒരു കുരു പോലും ഇല്ല. അകത്ത് ഈ കുനുകുനാന്നുള്ളത് നമ്മളൊന്ന് ചുരണ്ടി കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്ത് അതേ ഷേപ്പിൽ തന്നെ ഈ ഓമക്കായും അരിഞ്ഞെടുക്കുന്നുണ്ട്. ഷേപ്പ് അതുപോലെയാണെങ്കിലും കനത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇത് ഒരു 23 വറ്റൽമുളകുണ്ട്. ഇത് നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാതെ ഇടാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുളക് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവമായപ്പോൾ നമുക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ ഒരു കഷ്ണം കുഞ്ഞ് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായി മൊരിച്ചെടുക്കണം, വെള്ളമയൊന്നും ഇല്ലാതെ. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനിയും പക്ഷേ നന്നായി മൊരിയാനുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ മുളക് തണുത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാൻ. ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓമക്കായും വറുത്ത് മൊരിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നല്ലെണ്ണയിലാണെങ്കിൽ ഒരു വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും. നമ്മളിത് കുറച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ എണ്ണയിൽ തന്നെ ചീനിച്ചട്ടിയിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകും കറിവേപ്പിലയും കായും കൂടി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത്. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറു മധുരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ശർക്കര ചീവി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചത് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ഓമക്കായും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇറക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെറൈറ്റി അച്ചാർ ഇവിടെ റെഡിയായി. പിന്നെ പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെ ഇത് കുറേ നാൾ ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇന്ന് വെച്ച മീൻകറി നാളെ കൂട്ടുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേകമായി തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റ് വീഡിയോ കാണാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്.